നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. ഇനി വരുന്ന ഘട്ടങ്ങളിൽ പരീക്ഷയുള്ളവർ ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട 100 മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒക്കെ തന്നെ ഇനിയും റിപ്പീറ്റ് ചെയ്യും. അത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? വയനാട് ജില്ലയിലാണ് റെയിൽവേ ഇല്ലാത്തത്. റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? വയനാട് ജില്ല. അപ്പൊ റെയിൽവേ സർവീസ് ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? വയനാടും ഇടുക്കിയുമാണ്. വയനാടും ഇടുക്കിയും. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാ? ഷൊർണൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ. പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവല്ല. പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ മെമു എന്നാൽ മെയിൻ ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ്. മെയിൻ ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് എന്നതാണ് മെമുവിന്റെ ഫുൾ ഫോം. ഈ മെമു സർവീസ്, കേരളത്തിലെ ആദ്യത്തെ മെമു സർവീസ് ആരംഭിച്ചത് കൊല്ലം എറണാകുളം പാതയിലാണ്. കൊല്ലം എറണാകുളം പാതയിൽ. കേന്ദ്ര റെയിൽവേ മന്ത്രിയായ ആദ്യത്തെ മലയാളി ആരാ? ജോൺ മത്തായി. ജോൺ മത്തായി ആണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയായ ആദ്യത്തെ മലയാളി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മലയാളിയോ? പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയായ രണ്ടാമത്തെ മലയാളി. അടുത്ത ചോദ്യം നോക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആര്? ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യാ ഗുരുവാണ്. തൈക്കാട് അയ്യാ ഗുരു. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണെന്ന് പറഞ്ഞു? ശ്രീലങ്കയാണെന്ന് പറഞ്ഞു. 1918 ഗുരു ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിച്ചത്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല ഗുരുവിന്റെ പേരെന്താ? കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. ആദ്യകാല ഗുരുവിന്റെ പേരാണ് കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882. എവിടെ വെച്ച്? അണിയൂർ ക്ഷേത്രം. അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് 1882 ശ്രീനാരായണ ഗുരു ആരെ കണ്ടുമുട്ടുന്നത്? ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടുന്നത്. ശ്രീനാരായണ ഗുരു ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് 1925 എവിടെ വെച്ച്? ശിവഗിരിയിൽ വെച്ചാണ്. ശിവഗിരിയിൽ വെച്ച്. ശ്രീനാരായണ ഗുരുവും പൽപ്പുവും തമ്മിൽ കണ്ടുമുട്ടിയത് 1895 എവിടെ വെച്ച്? ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ഡോക്ടർ പൽപ്പുവും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത്. നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന 10th മെയിൻസ് മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ചുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 10th പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയുടെ റിലേറ്റഡ് ഫാക്ട്സ് 100 ചോദ്യങ്ങളുടെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പ് വഴിയാണ് നൽകുന്നത്. ഈ വരുന്ന ഘട്ടങ്ങളുടെ എല്ലാ റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ 10th മെയിൻസിന്റെ ക്ലാസ് ഉടനെ തന്നെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഒരു ബാച്ച് പോകുന്നുണ്ട്, ഉടനെ തന്നെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ കുറച്ച് പേരുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവർ കൂടെ വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് ഞാൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. അതുപോലെ വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LD, കമ്പനി LGS, ഫയർമാൻ മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, SCRT NCRT ക്ലാസ്സുകൾ മുതലായവ എല്ലാം ആ ഒരൊറ്റ കോഴ്സിൽ, ഏത് കോഴ്സാണോ നിങ്ങൾ എടുക്കുന്നത് ആ കോഴ്സുകളിലെല്ലാം ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ലഭ്യമായിരിക്കും. ഓക്കെ. കൂടാതെ ജനറൽ PSCക്ക് വേണ്ടിയിട്ട്, ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്യാൻ ജനറൽ PSCക്ക് വേണ്ടിയിട്ടും ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കണ്ട് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൽ അവൈലബിൾ ആണ്. സ്റ്റഡി പ്ലാൻസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ജനറൽ PSCക്ക് സ്റ്റഡി പ്ലാൻ ഇല്ല, ബാക്കി എല്ലാ കോഴ്സിനും സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കോഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു പോയാൽ മതി. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? NW3 ആണ് കേരളത്തിലെ ദേശീയ ജലപാത. അപ്പൊ ദേശീയ ജലപാത 1 NW1 ഗംഗാനദിയിൽ അലഹാബാദ് മുതൽ ഹാൽദിയ വരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗാനദിയിലാണ് അലഹാബാദ് മുതൽ ഹാൽദിയ വരെ. ദേശീയ ജലപാത 2 NW2 ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാദിയ മുതൽ ധൂബ്രി വരെയാണ്. സാദിയ മുതൽ ധൂബ്രി വരെ.
ദേശീയ ജലപാത 3 കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ, ഇപ്പൊ കോഴിക്കോട് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ കൊല്ലം മുതൽ SCRTയിൽ കോട്ടപ്പുറമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാലാണ് NW3. NW4 ദേശീയ ജലപാത 4 ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനാട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ് ഏത്, ദേശീയ ജലപാത 4. ഇനി ദേശീയ ജലപാത 5 NW5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയാണ് ദേശീയ ജലപാത 5. അപ്പൊ ദേശീയ ജലപാത 3 അല്ലേ തന്നിരിക്കുന്നത്. ദേശീയ ജലപാത 3ന്റെ മറ്റൊരു പേര് ചോദിച്ചാൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ, അതായത് പശ്ചിമതീര കനാൽ. വെസ്റ്റ് കോസ്റ്റ് കനാൽ അഥവാ പശ്ചിമതീര കനാലാണ് ദേശീയ ജലപാത 3ന്റെ മറ്റൊരു പേര്. കൊല്ലം കോട്ടപ്പുറം വരെ ദേശീയ ജലപാത 3 നിലവിൽ വന്നത് 1993 1993 ദേശീയ ജലപാത 3 നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? പ്രൈമറി പാർവതി എന്നോർത്താൽ മതി, ഗൗരി പാർവതി ഭായ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി പാർവതി ഭായ്. തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ്. തിരുവിതാംകൂറിൽ ജാതി ഭേദമില്ലാതെ എല്ലാവർക്കും പുര ഓടുമേയാനുള്ള അനുമതി നൽകിയ ഭരണാധികാരി ആരാ? റാണി ഗൗരി പാർവതി ഭായി ആണ് ആ ഭരണാധികാരി. പുര ഓടുമേയാനുള്ള അനുമതി നൽകിയ ഭരണാധികാരി. ഇനി തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാലും ഗൗരി പാർവതി ഭായി ആണ്. ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചതാരാണ്? റാണി ഗൗരി പാർവതി ഭായി ആണ്. തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് റാണി ഗൗരി പാർവതി ഭായ് വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1817. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് റാണി ഗൗരി പാർവതി ഭായ് വിളംബരം പുറപ്പെടുവിച്ചത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ മിഷണറി സംഘങ്ങൾക്ക് ഭൂമി ദാനം നൽകിയത് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികളാണ്. അങ്ങനെ 3 മിഷണറി സംഘങ്ങളാണ് കേരളത്തിൽ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ മേഖലയിലായിട്ട് പ്രവർത്തിച്ചത്. ഇവരുടെ പ്രവർത്തന മേഖലകൾ PSC ചോദിച്ചിട്ടുണ്ട്. ലണ്ടൻ മിഷൻ സൊസൈറ്റി, മിഷണറി സംഘമായ ലണ്ടൻ മിഷൻ സൊസൈറ്റി, അതായത് LMSന്റെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ. LMSന്റെ പ്രവർത്തന മേഖല, ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റി CMSന്റെ പ്രവർത്തന മേഖല എവിടെയാണ്? കൊച്ചിയും തിരുവിതാംകൂറുമാണ് ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലകൾ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM അതിന്റെ പ്രവർത്തന മേഖല മലബാർ ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ചത്. മന്നത്ത് പത്മനാഭന്റെ ജന്മസ്ഥലം എവിടെയാണ്? കോട്ടയം ജില്ലയിലെ പെരുന്നയാണ് മന്നത്ത് പത്മനാഭന്റെ ജന്മസ്ഥലം. മന്നത്ത് പത്മനാഭന്റെ പത്നിയുടെ പേര് ചോദിച്ചിട്ടുണ്ട്. തോട്ടയ്ക്കാട്ട് മാധവിയമ്മയാണ് മന്നത്ത് പത്മനാഭന്റെ പത്നി. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കറാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത്. ഭാരത കേസരി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭനാണ്. മുതുകുളം പ്രസംഗം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരാണ് എന്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണെന്ന്
ഓർക്കുക. ഇനി 1959 EMS മന്ത്രിസഭ, ഒന്നാം കേരള മന്ത്രിസഭ EMS മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവുമാര് തന്നെയാണ് മന്നത്ത് പത്മനാഭൻ. അപ്പോൾ വിമോചന സമരം കാരണമാണ് ഒന്നാം EMS മന്ത്രിസഭ പിരിച്ചുവിട്ടത്. അപ്പോൾ 1959 EMS മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റലിയാണ്. യൂസഫ് മെഹ്റലി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആഗസ്റ്റ് ക്രാന്തി മൂവ്മെന്റ്. ആഗസ്റ്റ് ക്രാന്തി മൂവ്മെന്റ്. ഇനി ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുണ ആസഫ് അലി. അരുണ ആസഫ് അലി. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ലാഹോറിൽ വെച്ചാണ്. ലാഹോർ കോൺഗ്രസ് സമ്മേളനം 1929, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. 1929 ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ആര്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതെന്ന 1930 ജനുവരി മാസം 26. 1930 ജനുവരി മാസം 26 ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ലാഹോർ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്ന് സ്വാതന്ത്ര്യത്തിന്റെ സ്മരണാർത്ഥം 1929 ഡിസംബർ മാസം 31 അർദ്ധരാത്രിയിൽ എന്ത് ആദ്യമായി ഉയർത്തി? ത്രിവർണ പതാക ആദ്യമായി ഉയർത്തി. അപ്പൊ ത്രിവർണ പതാക ഉയർത്തിയതാരാണ്? ജവഹർലാൽ നെഹ്റു. എന്ന 1929 ഡിസംബർ മാസം 31 ലാഹോറിലാണ് ഉയർത്തിയത്. ഏത് നദിയുടെ തീരത്ത്? രവി നദിയുടെ തീരത്താണ് ത്രിവർണ പതാക ഉയർത്തിയത്. അപ്പൊ 1930 ജനുവരി മാസം 26 ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. 1930 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചതിനെ തുടർന്നാണ് ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായിട്ട് തെരഞ്ഞെടുത്തത്. അതാണ് അതിന്റെ പിന്നിലെ ഹിസ്റ്ററി. 1930 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചതിനെ തുടർന്നാണ് ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായിട്ട് തിരഞ്ഞെടുത്തത്. ഓക്കെ. അടുത്ത ചോദ്യം, ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാലഗംഗാധര തിലകാണ്. ലോകമാന്യ ബാലഗംഗാധര തിലക്. തീവ്ര ദേശീയതയുടെ പ്രധാന നേതാക്കളാണ് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ഇവരാണ് ലാൽ ബാൽ പാൽ കൂട്ടുകെട്ട് എന്നറിയപ്പെടുന്നത്. അപ്പൊ ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, ഈ കൂട്ടുകെട്ടാണ് ലാൽ ബാൽ പാൽ കൂട്ടുകെട്ട്. ബാലഗംഗാധര തിലകിന്റെ മറ്റൊരു പേരാണ് ലോകമാന്യ. ഇദ്ദേഹം ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? മറാത്ത, കേസരി. മറാത്ത ഇംഗ്ലീഷ് ലാംഗ്വേജിലും കേസരി മറാത്തി ലാംഗ്വേജിലും ആരംഭിച്ച പത്രമാണെന്ന് ഓർക്കുക. അപ്പൊ ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? മറാത്ത, കേസരി എന്നിവയാണ്. മറാത്ത, കേസരി. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ആർട്ടിക് ഹോം ഇൻ ദി വേദാസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക് ഹോം ഇൻ ദി വേദാസ് രചിച്ചതാരാണ്? ബാലഗംഗാധര തിലകാണ് ആർട്ടിക് ഹോം ഇൻ ദി വേദാസ് രചിച്ചത്. ഗീതാരഹസ്യം രചിച്ചതാരാ? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഒരു 100 വട്ടം PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സർ വാലന്റൈൻ ഷിറോൾ. സർ വാലന്റൈൻ ഷിറോൾ ആണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ആരെ വിശേഷിപ്പിച്ചത്? ബാലഗംഗാധര തിലകിനെ വിശേഷിപ്പിച്ചത്. ഏത് പുസ്തകത്തിലൂടെ? ഇന്ത്യൻ അൺറസ്റ്റ് എന്ന പുസ്തകത്തിലൂടെ. ഇന്ത്യൻ അൺറസ്റ്റ് എന്ന പുസ്തകത്തിലൂടെയാണ് ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത്.
ബാലഗംഗാധര തിലകിന്റെ പ്രസിദ്ധമായൊരു വാചകം ഉണ്ടല്ലോ, എന്താ അത്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? ബാലഗംഗാധര തിലകിന്റെ പ്രസിദ്ധമായ പ്രഖ്യാപനമാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പൊ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനെ നിയമിച്ചത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ്. ഇനി സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ നിയമിതമായ കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. ലക്ഷ്മണസ്വാമി മുതലിയാർ, ഡോക്ടർ എ ലക്ഷ്മണസ്വാമി മുതലിയാർ ആയിരുന്നു മുതലിയാർ കമ്മീഷന്റെ ചെയർമാൻ. അപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ മുതലിയാർ കമ്മീഷൻ ആണ്. മുതലിയാർ കമ്മീഷൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. ഇതിന്റെ ചെയർമാൻ ആരായിരുന്നു? വില്യം വിൽസൺ ഹണ്ടർ. വില്യം വിൽസൺ ഹണ്ടർ ആയിരുന്നു ഹണ്ടർ കമ്മീഷന്റെ ചെയർമാൻ. ഇനി DS കോത്താരി കമ്മീഷൻ. DS കോത്താരി കമ്മീഷൻ 1964 നിയമിതമായത്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് DS കോത്താരി കമ്മീഷൻ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ DS കോത്താരി കമ്മീഷൻ ആണ്. ഇവിടെ ഓപ്ഷൻ ബി സാർജന്റ് കമ്മീഷൻ തന്നിട്ടുണ്ട്. എന്താ ഈ സാർജന്റ് കമ്മീഷൻ? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് സാർജന്റ് കമ്മീഷൻ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? സാർജന്റ് കമ്മീഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. പറഞ്ഞ മാക്സിമം റിലേറ്റഡ് ഫാക്ട്സ് തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.